അറിയണ്ട. ഇവനറിയില്ല അച്ഛാ? എനിക്കൊന്നും അവനെന്ന് അറിയില്ല. ഇവനാന്ന് മുത്തേ ശരിയാ. എന്ത് എടാ എന്തായാലും നിന്റെ അപ്പച്ചനൊന്നും അല്ല. അച്ഛൻ വന്നിട്ട് എന്തായാലും അറിയാതിരിക്കാൻ എന്തായാലും നിന്റെ അപ്പച്ചനൊന്നും അല്ല എന്ന് പറഞ്ഞു. അവിടെ ചുമ്മാ തന്തക്ക് വിളിക്കേണ്ട അപ്പനെ വിളിക്കേണ്ട ഒരു ആവശ്യമില്ല. തന്തക്ക് വിളിച്ചിട്ട് കേട്ടിരിക്കേണ്ട ഒരു ആവശ്യമില്ല. ചിരിക്കുന്ന എല്ലാവർക്കും ബാങ്ക് കൊടുക്കും. ചിരിക്കുന്ന എല്ലാവർക്കും ബാങ്ക് കൊടുക്കും. അതെ പാസ് വരട്ടെ. കാസ്ട്രോ ബാക്കിൽ നിന്നാ കാസ്ട്രോ ആണോ? നിക്ക് കാസ്ട്രോനെ നിക്ക് അന്നെ കയറിയില്ല. കാസ്ട്രോനെ കയറ്റവും ഇല്ല. നമുക്ക് കാണാം. നിക്ക് നമുക്ക് കാസ്ട്രോനെ കയറ്റവും ഇല്ലെന്ന് നോക്കാം. രണ്ട് പാസ് ഉണ്ടാന്ന് ചോദിച്ചാലോ? എടാ രണ്ട് പാസ് ഉണ്ടാ? ഒരെണ്ണത്തിൽ മൂന്നാൾക്ക് കയറാൻ പറ്റുമോ? അപ്പൊ നീ മാത്രമേ കയറുന്നുള്ളൂ? എടാ നീയില്ലേ ഉള്ളിൽ പോയിട്ട് വണ്ടി വെച്ചിട്ട് ആ പാസ് ഇവനെ കൊടുത്തേക്ക്. അങ്ങനെ പറ്റൂല. അതിലെന്റെ പേരുണ്ടോ? അടപ്പൊ പിന്നെ പ്രശ്നമില്ല. നീ അത് ഇവന്റെ കൊടുത്തേച്ചാ മതി. എടാ എനിക്ക് പാസ് തന്നിട്ടില്ല. അവിടെ കുടുങ്ങിയിട്ടുള്ള ഫുൾ അപമാനം. അത് ഇവിടുത്തെ മാനേജ്മെന്റ് കമ്മിറ്റി. അത് എന്റെ മാനേജർ സെറ്റാക്കിയ മാക്കില്ലേ ഓൻ സെറ്റാക്കിയ പട്ടി. എന്നോട് പറഞ്ഞു പാസ് വേണ്ട അവിടെ പോയി പറഞ്ഞാൽ മതി. വിളിച്ച് പറഞ്ഞല്ലേ സെറ്റാക്കിയില്ല. ഞാൻ പാസ് പോയി വാങ്ങേണ്ട ബുദ്ധിമുട്ടിന് ഞാൻ പിന്നെ ഇതാണോ VIP പാസ്? നോട്ടെ സാധനം നോട്ടറാ. ഇല്ല നോക്കാനാ എടാ നോക്കാനാ പെട്ടെന്ന് തരൂ. എടാ തരൂ. ചുമ്മാ സീനാണ്. ഇവന്റെ പേരെന്തൊരു ആരോട് ചോദിക്കട ഒരു VIP പാസ്? എവിടെ സ്ഥലം? എവിടെ? ഇതെന്താന്ന് എക്സാമിന് പെൻസിൽ എടുക്കാൻ മറന്നുപോയതാ. രണ്ട് പാസ് ഇട്ടാന്ന് ചോദിക്കാൻ എല്ലാരോടും. ഇതാരാ ഇത്? ഇതിന്റെ ബില്ലാടാ? ഇതിന്റെ മാനേജ്മെന്റിലുള്ള ഒരു രണ്ട് പാസ് ഉണ്ടാ? ഓടിക്കാൻ നേരം നോക്കാം. എടാ അത് തരൂലടാ. തരും. ഇതാ പഠിച്ചായിരുന്നല്ലോ. എടാ നാറ്റിക്കല്ല. ഒറ്റ റൗണ്ട് ഓടിക്കണ്ട. ഒറ്റ റൗണ്ട് ഒന്നും ചെയ്യില്ല. ഒറ്റ റൗണ്ട് വാ പ്ലീസ്. ഒറ്റ റൗണ്ട് പ്ലീസ്. തരൂല. എടാ എന്തിനാണോ പേടിക്കുന്നത്? എനിക്ക് എന്നെ പേടിയാന്നല്ല. വണ്ടി ഞാൻ വേറെ കൊടുക്കാറില്ല. ഇതുവരെ ആരും കൊടുത്തില്ല. ഇവൻ എന്തിന്റെ ആവശ്യം നോക്ക് സാധനം നോക്കടാ. നോക്കടാ. ഹലോ ഇരുന്നോട്ടെ. ഓടിക്കുന്നില്ല. ഒന്ന് പോയടാ. പോയെന്ന് നീ അങ്ങോട്ട് മാറിയ കുഞ്ഞോ വേണോ? ഇത് i4 അല്ലേ ബ്രദർ? വൺ ഡേ ഒരു നാൾ ഇപ്പം ഏതാ അച്ഛനറിയില്ല. എനിക്ക് വേണ്ട അവനറിയണ്ട. ഇവനറിയില്ല അച്ഛാ? എനിക്കൊന്നും അവനെന്ന് അറിയില്ല. ഇവനാന്ന് മുത്തേ ശരിയാ. എന്ത് എടാ എന്തായാലും നിന്റെ അപ്പച്ചനൊന്നും അല്ല. മതിയാ ഡോക്കി മതി. അച്ഛാ അറിയുന്ന നീ പോടാ മൈരാടുന്നു. എന്താടാ നിന്റെ തന്ത? എടാ ഞാനാണ് നിന്റെ തന്ത. നന്നായി. തെറി വിളിക്കുന്നുണ്ടോ കേട്ടോ? സംസാരം നടക്കുന്നത്. What? He's my friend. This is also my friend, so I can't do anything. Acha, your friends are fighting. Yeah. It's chalk. ആ മൈക്കിങ് ഊരി തന്നെ. നിങ്ങൾ അവിടെ പോയി വല്ല തെറി പറഞ്ഞ? ഇത് ലൈവാണ്. എന്ത് തെറി? ഇങ്ങനെ എല്ലായിടത്തും പോയി വള്ളി പിടിക്കാൻ പറ്റില്ല. നിന്നെ അങ്ങോട്ട് കയറി കൊണ്ടു
അവന് നിന്നെ വണ്ടിക്കകത്ത് കയറ്റി നീ ടെസ്റ്റ് എടുക്കാൻ പോയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു പോകരുത് മേടിക്കരുത് ചോദിക്കരുതെന്ന്. അതെനിക്ക് നടക്കണം. അപ്പൊ ഈ സീനിൽ ഞാൻ ഉണ്ടാ? ആ നീ ഉണ്ട്. ഞാൻ എന്ത് ചെയ്ത്? അപ്പൊ നിനക്കൊരു മൈരും അറിയാൻ മേലെ? ഇല്ല. നീ അവിടെ ചെന്നിട്ട് അവനോട് ചോദിച്ചു നിനക്ക് അകത്ത് കയറിയിരിക്കണമെന്ന്. നിനക്കില്ല BMW വേണ്ട നിനക്ക്? ഞാൻ വിചാരിച്ചാൽ മേടിക്കാൻ പറ്റൂലേ? അല്ല അതല്ല ഞാൻ ഒഴിവാക്ക് വിട് വിട്. ഞാൻ തിരക്കണ്ടാ? ഇതെന്താണ് ഇവിടെ ഒട്ടിച്ച് വെച്ചിന്? തുറ വിട്ടുന്നാ ശരിക്കും? കാര്യം തമാശയോട് അങ്ങനല്ല. Hey, can you speed up a little bit? My friend is തുറമുട്ട്. അല്ലാന്റെ മുത്ത ചങ്ങായും ടീമിനെ വിളിക്കുന്ന അച്ഛൻ മിണ്ടാടുന്ന ഫോൺ കട്ട് ചെയ്താ തീട്ട കേസിൽ തീട്ട പിള്ളേർക്കായിട്ട് അടിയാൻ വേണ്ട ആരെല്ലാം വിളിച്ചു വരുന്നത്? നിങ്ങൾ ആരെ വിളിച്ചപ്പോ? ഫോൺ കാണിച്ചേ ഫോൺ കാണിക്കേ. ഏത് അതൊരു വാണ? അത് വാണല്ല, എന്റെ ഫ്രണ്ടാ. ഒന്നിച്ച് ഗെയിമെല്ലാം കളിക്കുന്നത്. പക്ഷെ അതേതോ ഞാൻ മറന്നു. എന്തോ ഒരു സ്ഥലമുണ്ട്. ഓൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ഓൻ ഫുൾ മാസ് അടിക്കുന്നത്. നീ തോക്കുംപടി പാലം കടന്ന് ഇങ്ങോട്ട് വരില്ലാന്ന് പറയുന്ന ഒരു മാസാനുണ്ട്. തോക്കുംപടി എവിടെയാ? തോക്കുംപടി ഫോർട്ട് വെച്ചാ? ഫോർട്ട് വെച്ച് ഇങ്ങനെ ഒരു സംഭവം പറയുന്നത്. ഈ ആരോടോ ഇങ്ങനെ ഗെയിമിലേതോ ചെറിയ പിള്ളേരോട് നീ തോക്കുംപടി പാലം കടന്ന് ഇങ്ങോട്ട് വരില്ലടാ അതെല്ലാം പറഞ്ഞ് മാസ് അടിക്കുന്നുണ്ട്. അതിനും മൊത്തം ട്രോളായിരുന്നു. വർത്താനുള്ള ഒന്നും ചെയ്യൊന്നും ചെയ്യില്ല. ചെറിയൊക്കെ ഒന്നും ചെയ്യില്ല. വർത്താനം മാത്രമല്ല, ഗെയിം കളിച്ച് ഉള്ളിരിക്കല. മനസ്സിലായോ? ഞാൻ പുറത്തൊന്നും ഇറക്കണ്ട. അച്ഛായ ഇതെല്ലാം നമ്മൾ ഈ ഗെയിമിംഗ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഗെയിം കളിക്കുന്ന ആൾക്കാരുടെ കൂട്ടായ്മ അതിലുള്ളതാ. മനസ്സിലായോ? അപ്പൊ വള്ളിക്ക് ഇതാക്കണ്ട. മനസ്സിലായോ? നമുക്ക് അറിയാത്ത പുറത്തുള്ള ആരാണെങ്കിൽ നമുക്ക് മഞ്ഞിക്കിടാം. ഇതിപ്പോ അറിയുന്ന ആൾക്കാരൊന്നും എന്ത് ചെയ്യും? തുടങ്ങുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അവർ നേരെ നമ്മൾ വരുന്നതും അവൾ വരുന്നതും കറക്റ്റ് ടൈമിലാണ്. ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒന്ന് പുറത്തു പോയതാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് കറക്റ്റ് ഇവർ മുന്നിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒന്നാമത് നമ്മൾ പരിപാടിക്ക് വന്നിട്ട് ഇവർക്ക് പാസും കാര്യമില്ലാത്തതിന് കുറേ നേരം അവിടെ പോസ്റ്റ് ആയിരുന്നു. എനിക്കൊന്നൊരു 10-15 മിനിറ്റോളം അവിടെ പോസ്റ്റ് ആയിട്ട് അവർ ബാക്കിൽ നിൽക്കുകയായിരുന്നു നമുക്ക് പരിപാടിക്ക് കയറാനിട്ടാണ്. അങ്ങനെ എന്നിട്ട് കുഴപ്പമില്ലാണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന്. എന്നിട്ടും ആണ് പിന്നെ നമ്മുടെ അടുത്ത് വരുന്നത്. എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് 2 പാസ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. അപ്പോൾ തൊപ്പി സംസാരിക്കുമ്പോൾ ഓക്കെ, നമുക്ക് പരിചയമുള്ള ഗെയിം കമ്മിറ്റി ഉള്ളതാണ്. ഞാനും അതേ രീതിയിൽ കമ്പനി ആയിട്ട് തന്നെ സംസാരിച്ചുള്ളൂ. അല്ലെങ്കിൽ ഓരോന്ന് കാട്ടിക്കൊള്ളുമ്പോൾ എല്ലാം തമാശ രീതിയിൽ ഇതാക്കിയിട്ടുള്ളൂ. അതിനുശേഷം അച്ചായൻ വന്നിട്ട് എന്തോ എൻ്റെ അടുത്തൊന്ന് ചോദിച്ചു, ഏതാണ് ഈ എവിടെയാണ്, എൻ്റെ വീട് എവിടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കൊന്നും അറിഞ്ഞിട്ടാണോ അത് അറിയാനിട്ടാണോ അറിയില്ല. അങ്ങനെ ഒരു ആക്കിയ രീതിയിൽ അങ്ങനെ സംസാരിച്ചു, ആരാണ് എന്നൊക്കെ രീതിയിൽ. അപ്പോൾ അത് അവന് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അത് ചുമ്മാ നമ്മൾ അറിയാൻ പോലെ ഒരു കണ്ടന്റ് വേണ്ടി ചെയ്യണ പോലെ എനിക്ക് തോന്നിയത്. തീർച്ചയായിട്ടും പറയാം, എനിക്കത് അതുപോലെ വന്നു. ഒരു കണ്ടന്റ് വേണ്ടി ചെയ്യണ പോലെ തോന്നിയത്. ഇവനെ കണ്ടിട്ട് അറിയാൻ പാടില്ല. ഇപ്പം എന്നെ അറിയാൻ പോലെ എന്നെ അറിയാത്തൊരു കുറേ പേരുണ്ടാവും. പക്ഷെ ഇവനറിയാൻ പാടാത്തവരെന്ന് പറഞ്ഞാൽ ഗെയിം ഫീൽഡിൽ നിൽക്കണം, ഗെയിം തൊപ്പിലൂടെ നിൽക്കുന്നത്. അപ്പം അറിയാൻ പറ്റും. സാധാരണ അറിയാൻ പറ്റും. അത് ഉറപ്പായിട്ട് അറിയാൻ പറ്റും. കാരണം കളിയാക്കി. അപ്പോൾ പുള്ളിക്കാരൻ കളിയാക്കണം. അപ്പോൾ പുള്ളിക്കാരൻ തിരിച്ചൊരു കളിയാക്കൽ കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ തൊപ്പിയെടുത്ത് ചോദിച്ചത്. തൊപ്പി ധാരാണെന്ന് ഞാൻ ചോദിച്ചു. ഡയറക്റ്റ് തൊപ്പി ധാരാളെന്ന് വെച്ചു. അപ്പോൾ മാനോട് തൊപ്പി ധാരാളെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു പുള്ളിക്കാരൻ പറഞ്ഞു, തൊപ്പി പറഞ്ഞ് അറിയില്ലെന്ന് വെച്ചു. അപ്പോൾ എനിക്കറിയില്ലാന്ന് പറഞ്ഞു. അപ്പോൾ തൊപ്പിയുടെ അടുത്ത് തൊപ്പി അച്ചായൻ്റെ അടുത്ത് ചോദിച്ചു, ഇതാരാണെന്ന് അറിയാൻ പോലെ. അപ്പോൾ എനിക്കൊന്നും അറിയാൻ പോലെ ഇവനെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും നിന്നെ അറിയാൻ പോലെന്ന് പറഞ്ഞു. ഞാൻ ഡയറക്റ്റ് പറഞ്ഞു എനിക്കും നിന്നെ അറിയാൻ പോലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നീ അറിയാതിരിക്കാൻ വേണ്ടി അച്ഛനൊന്നും അല്ലാന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഫസ്റ്റ് വിളിച്ചു തുടങ്ങി. അത്ര അങ്ങോട്ടും ഇങ്ങോട്ടും മാന്യ രീതിയിലൊന്നുമില്ല. അപ്പോൾ തന്നെ അച്ഛൻ വന്നിട്ട് എന്തായാലും അറിയാതിരിക്കാൻ എന്തായാലും നിന്റെ അപ്പച്ചനൊന്നും അല്ല എന്ന് പറഞ്ഞു. അവിടെ ചുമ്മാ തന്തക്ക് അപ്പനെ വിളിക്കേണ്ട ഒരു ആവശ്യമില്ല. തന്തക്ക് വിളിച്ചിട്ട് കേട്ടിരിക്കേണ്ട ഒരു ആവശ്യമില്ല. അത് എത്ര വയസ്സിന് മൂത്തവരാണെങ്കിലും തന്തക്ക് വിളിച്ച് കഴിഞ്ഞാൽ കേട്ടിരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നല്ല ട്രിഗറായിട്ട് ഞാനോ തന്തക്കെ വിളിച്ചു. ഇത്ര ഇതിൽ പറയാനുള്ളത് വേറെ ഒന്നുമില്ല. കാരണം ഓൾറെഡി സ്റ്റാർട്ടിങ് തന്നെ ഇവർക്ക് ബാഡ് അടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അച്ഛനെ കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ അതിനുശേഷമാണ് പിന്നെ ഞാൻ ആ കാരണം ഡാഷ് ക്യാമിലുണ്ട് നമ്മൾ ഇപ്പം പറയുന്നത് നമുക്ക് പോവാൻ, നമുക്ക് മൈൻഡ് ചെയ്യാൻ നിൽക്കണം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് സോറി പറയാനും വന്നായിരുന്നു പുള്ളിക്കാരൻ. അപ്പൊ എനിക്ക് അതിന്റെ ആവശ്യമില്ല സോറി കേൾക്കണം. തൊപ്പി വന്നായിരുന്നു സോറി പറയാൻ സോൾവ് ആക്കാന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. അപ്പൊ ഇവൻ പറഞ്ഞു വെച്ചാല് എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരാളെ നിന്റെ തന്തക്ക് വിളിച്ചിട്ട് സോറി പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? അപ്പൊ ഇവന് അത്ര പറഞ്ഞു. ഞാൻ തന്നെ ഒപ്പിലെടുത്ത് പറഞ്ഞു നിന്റെ തന്തക്ക് വിളിച്ചിട്ട് സോറി പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഞാൻ പറഞ്ഞു എനിക്ക് സോറി ഒന്നും എനിക്ക് ആവശ്യമില്ല.
ഇത് കണ്ടിട്ട് എനിക്ക് 100% തെറ്റി ഈ തൊപ്പിയുടെ കൂടെയുള്ള ഈ അച്ചായ എന്ന് പറഞ്ഞ ഇങ്ങേരുടെ ഭാഗത്തായിട്ടാണ് എനിക്ക് തോന്നിയത്. കാര്യം ഇപ്പൊ ഈ നമ്മുടെ ഡോക്കി എന്ന് പറഞ്ഞ പുള്ളിക്കാരന്റെ ഭാഗത്താണെങ്കിൽ പുള്ളിക്കാരന്റെ അച്ഛനെ വിളിച്ചിട്ടാണ് പുള്ളി തിരിച്ച് തെറി വിളിക്കാൻ തുടങ്ങിയത്. അപ്പൊ ഒരിക്കലും നമുക്ക് പുള്ളിക്കാരനെ അങ്ങനെ കുറ്റം പറയാനൊന്നും പറ്റൂല. കാര്യം അപ്പൊ ആരാണെങ്കിലും അച്ഛന് വിളിയൊക്കെ കേട്ട് കഴിഞ്ഞാൽ അത് കേട്ടിരിക്കേണ്ട യാതൊരു കാര്യമില്ല. അപ്പൊ തിരിച്ച് തെറി വിളിച്ചെന്ന് പറഞ്ഞാൽ യാതൊരു പ്രശ്നം അതിനകത്തുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് പിന്നെ ഈ അച്ചായനിട്ട് പിന്നെ ന്യായീകരിക്കുന്നുണ്ട്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നുണ്ട്. അതൊക്കെ ചുമ്മാ ഒരു പട്ടി ഷോ മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ആ ഒരു ലൈവിനകത്ത് ഫുള്ള് ഈ അച്ചായന്റെ പട്ടി ഷോ ആണ് നിറഞ്ഞിരിക്കുന്നത്. എനിക്ക് അച്ചായൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരനെ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഈ തൊപ്പിയുടെ ലൈവൊക്കെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഇതിനകത്ത് ഈ അച്ചായൻ എന്ന് പറഞ്ഞ ആളെ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു മനുഷ്യനാണ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ഈ തൊപ്പിയുടെ ഭാഗത്തും തെറ്റുണ്ട് ഈ ഒരു വിഷയത്തിനകത്ത്. ഇപ്പോൾ ഒരാളോട് ചെന്ന് അയാളുടെ കാർ ചോദിക്കുക, പിന്നെ ചോദിക്കുന്നത് ഒരു തെറ്റാണോ എന്ന് ചോദിച്ചാൽ ഈ തൊപ്പിക്ക് അറിയാം. തൊപ്പി ചോദിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗം പേര് സാധനങ്ങൾ കൊടുക്കാനായിട്ട് മടിക്കാറുണ്ട്. അതിപ്പോ ഇപ്പൊ തൊപ്പി മുന്നേ ചെന്ന് ഈഗിളിനോട് കാർ ചോദിച്ചിട്ടുണ്ട്, അപ്പൊ ഈഗിളും കൊടുത്തില്ല. കാര്യം അവർക്കൊക്കെ പേടിയാണ്. ഇപ്പൊ തൊപ്പിയുടെ ലൈവ് കണ്ടാൽ തന്നെ അറിയാം, തൊപ്പി എന്ന് പറഞ്ഞാൽ നോർമൽ ഒരു മനുഷ്യന്റെ പോലെ അല്ല ലൈവ് ചെയ്യുക. തൊപ്പി ഇത്തിരി വയലന്റ് ആയിട്ടാണ് ലൈവ് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ അടുത്തൊരു സാധനം കൊടുക്കുമ്പോഴത്തേക്ക് അവർ എന്ത് വിശ്വസിച്ചിട്ടാണ് ആ സാധനം കൊടുക്കുക. ഇപ്പൊ ഈ നമ്മുടെ കാസ്ട്രോയുടെ കാർ എന്നൊക്കെ പറഞ്ഞാൽ BMW ആണ്, അപ്പൊ അത്രയും വില കൂടിയ കാറാണ്. അങ്ങനെയുള്ള ഒരു കാർ എന്ത് വിശ്വസിച്ചിട്ടാണ് തൊപ്പിയുടെ കൈ കൊടുക്കുക. അപ്പൊ തൊപ്പി അത് എടുത്ത് എന്തൊക്കെ ചെയ്യുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. തൊപ്പിക്ക് പോലും അറിയില്ലായിരിക്കും തൊപ്പി ആ സമയത്ത് എന്താണ് ചെയ്യാന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാസ്ട്രോ ആ കാർ കൊടുക്കാണ്ടിരുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല. കാര്യം കാസ്ട്രോന്റെ ഇഷ്ടമാണ്, കാസ്ട്രോന്റെ കാർ ആർക്ക് കൊടുക്കണമെന്നുള്ളത് കാസ്ട്രോന്റെ ഇഷ്ടമാണ്. അപ്പൊ അതിനകത്ത് കാസ്ട്രോന്റെ അഹങ്കാരമാണ്, ഇതാണെന്നൊന്നും പറയേണ്ട യാതൊരു കാര്യം ആ ഒരു വിഷയത്തിൽ അതില്ല. അപ്പൊ എനിക്ക് ഇത്രയാണ് അതൊക്കെ കണ്ടിട്ട് പറയാനുള്ളൂ. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ കണ്ടിട്ട്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക്